ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല ഉത്തരവ് പുറത്ത്. അന്വേഷണവുമായി സഹകരിക്കാൻ മൊബൈൽ കമ്പനികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രതികളുടെ ഫോൺ വിവരങ്ങളും ടവർ ലൊക്കേഷനും കൈമാറണം. മാർച്ച് 31-ന് മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, ഉത്തരവിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? അതെ, എന്തായാലും ഇപ്പോൾ ഇന്ന് SIT സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമുള്ള കോടതി അന്തിമ ഉത്തരവ്, ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുകയാണ്. ഇതിൽ പ്രകാരം മാർച്ച് 31-നകം അന്തിമ അതായത് കുറ്റപത്രം ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ പ്രതികളുടെ കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കാൻ വളരെയധികം സമയം SIT ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി സഹകരിക്കാനാണ് ഇപ്പോൾ ഈ മൊബൈൽ കമ്പനികൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ മൊബൈൽ കമ്പനികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കൂടാതെ തന്നെ ഈ പ്രതികളുടെ ഫോൺ വിവരങ്ങളും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ആദ്യമെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പിൾ ശേഖരണത്തിന്റെ ഫലം എത്രയും പെട്ടെന്ന് നൽകണമെന്നത് തന്നെയാണ്. ഈ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഈ ജംഷഡ്പൂരിലെ മെറ്ററോളജിക്കൽ റിസർച്ച് സെന്ററിലോട്ടാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് ആ ഫലം വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റപത്രം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫലം എത്രയും പെട്ടെന്ന് നൽകണമെന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഇത്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണമായിരുന്നു കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് 30 ദിവസത്തിനകം വിജിലൻസിനായിരുന്നു അത്തരത്തിൽ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നത്. അതിൽ പ്രകാരം ഇപ്പോൾ 30 ദിവസത്തിനകം ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് ഘട്ടത്തിലേക്കുള്ള കടക്കണമെന്നാണ് ഇതിൽ പ്രകാരം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് പ്രകാരം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തെ പ്രതികൾക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുക, എല്ലാ പ്രതികളും പുറത്തിറങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യം മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിദഗ്ധമായ ഈ ഒരു പരിശോധനയിലേക്ക് SIT കടന്നത്. കാരണം ഈ സാമ്പിളുകൾ 36 സാമ്പിളുകളാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ആഴ്ചയായി ശബരിമലയിൽ ഒന്നുകൂടി ഈ സാമ്പിൾ ശേഖരണം നടന്നിരുന്നത്. ഇത് പ്രകാരം 36 സാമ്പിളുകളാണ് SIT ശേഖരിച്ചത്. എന്തായാലും ഇത് കൊല്ലം വിജിലൻസ് സ്പെഷ്യൽ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ഇപ്പോൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ഫലം പെട്ടെന്ന് തന്നെ ഫലം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ പ്രധാനമായും ഇതിൽ പറയുന്നത് ഈ മൊബൈൽ കമ്പനികൾക്കുള്ള നിർദ്ദേശമാണ്. ഈ മൊബൈൽ കമ്പനികൾ ഈ പ്രതികൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോണുകളുടെ കോൾ ഡാറ്റ, അതുപോലെ തന്നെ ഇതിന്റെ ഈ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ ബാക്കിയെല്ലാ ഈ മൊബൈൽ കമ്പനികൾ വോഡഫോൺ, ജിയോ പോലെയുള്ള BSN ഉൾപ്പെടെയുള്ള മൊബൈൽ കമ്പനികൾക്കും അതുമായി സഹകരിക്കണം എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഒരു ഡാറ്റ ലഭ്യത കുറവ്, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ശാസ്ത്രീയമായി ഇതിൽ പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരമായി ഈ കോളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള മൊബൈൽ കമ്പനികൾക്ക് കൂടി ഒരു നിർദ്ദേശമാണ് ഇപ്രാവശ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ ഒരു റിപ്പോർട്ട് ലഭിക്കാത്തൊരു സാഹചര്യം SITക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിന്റെ ഒരു SIT സമർപ്പിച്ചത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ മൊബൈൽ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഫലം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി വീണ്ടും ഈ കേസ് മാർച്ച് 26-നായിരിക്കും പരിഗണിക്കുക. ആ സമയത്തായിരിക്കും ഇത്തരത്തിലൊരു അന്തിമ റിപ്പോർട്ടിന്റെ ഏതാണ്ടൊരു രൂപം, ഒരു മാതൃക എന്തായാലും SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. ഇത് കൂടാതെ തന്നെയാണ് ഇതിനൊരു അധിക കേസായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഈ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കേസ് SIT അല്ല വിജിലൻസ് ആയിരുന്നു അന്വേഷിച്ചത്. ഇതിനൊരു 5 അംഗ അന്വേഷണ സംഘത്തെയും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അത്തരത്തിൽ അവരോടും കൂടി ഇത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ശരി ഗോപിക.